അഡ്വക്കേറ്റ് ഷിബു മിരാൻ, പണ്ട് നാട്ടുംപുറത്ത് പറയും പുഴ വറ്റിയും തുടലറ്റും പോയാൽ കടി കിട്ടുമല്ലോ എന്ന്. അങ്ങനെ ഒരു കണക്കിനും LDF PM-ശ്രീ നടപ്പിലാക്കാൻ തയ്യാറാകില്ല. ഇനി അഥവാ നടപ്പിലാക്കാൻ തയ്യാറായാൽ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസോ UDF അതിന് തരിമ്പും വഴങ്ങില്ല. കാരണം അത് ചവറ്റുകുട്ടയിലെറിയും, അറബിക്കടലിലെറിയും എന്നൊക്കെ ആയിരുന്നു എല്ലാവരുടെയും വാക്കുകൾ. പക്ഷെ ഇതിപ്പം കടല് തന്നെ വറ്റിപ്പോയ സാഹചര്യമാണ്, അതും അറബിക്കടൽ. എന്തു ചെയ്യും? സ്മൃതി, ഈ വാക്കുകൾ നമുക്കറിയാം. ഇപ്പൊ അറബിക്കടലിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കരാറ് ചുമന്നുകൊണ്ടുപോയി കടലിടുമെന്നല്ല. ഇടപെടരുത്, ഞാൻ പറഞ്ഞു തീർക്കാം. ഇപ്പൊ ഘാട്ട് കരാർ അറബിക്കടലിൽ, ഇൻഡോ അമേരിക്കൻ ന്യൂക്ലിയർ കരാർ അറബിക്കടലിൽ, എക്സ്പ്രസ് ഹൈവേ അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ റോഡ് പൊക്കി കൊണ്ടുപോയിടുന്നത്. സ്മൃതിക്ക് അത് ചോദിക്കാനുള്ള അവകാശത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. സോറി, മാധുവിന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അത് ചോദിക്കാം. ഇവിടെ ഇപ്പൊ CPM നടത്തിയ ഒരു രാഷ്ട്രീയ വിമർശനമാണ്, ഞങ്ങൾ മുങ്ങിത്തപ്പി, അത് കിട്ടിയില്ല. അങ്ങനെ ചോദിച്ചാൽ തിരിച്ച് പരിഹസിക്കാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ ഘാട്ട് കരാറും ആണവ കരാറും എക്സ്പ്രസ് ഹൈവേ ഒക്കെ മുങ്ങിത്താഴ്ത്തിയ, കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തിയ അറബിക്കടലിന്റെ പരിസരത്തിന് ഇതും കിടപ്പുണ്ടെന്ന് പരിഹസിക്കാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ മാധുവിന്റെ ചോദ്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഇവിടെ ഇപ്പോ ഞങ്ങൾക്കൊരു ആദർശ വ്യതിയാനം ഇതിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഈ ചോദ്യങ്ങളുടെ ആകെ, ഈ ചർച്ചയുടെ ആകെ മർമ്മം നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ ഇതിന്റെ ഒന്നാമത്തെ ഒരു തർക്കം ഇപ്പൊ നിലനിൽക്കുന്നത് ഈ കരാർ ഇല്ലാതായി. അപ്പോ മാധു തന്നെ കത്ത് വായിച്ചു, വാസുകി IAS കത്ത് മാധു വായിച്ചു. നമ്മളത് തൽക്കാലത്തേക്ക് കുറെ കൺസേൺസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് കൗൺസിൽസിന്റെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ട് അത് അബയൻസിൽ വെക്കുന്നു. അബയൻസ് എന്ന് വെച്ചാൽ എ ടെമ്പററി സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി, തൽക്കാലത്തേക്കുള്ള ഒരു അവസ്ഥ എന്നാണ്. എന്നാൽ അതിനകത്ത് പിന്നെ പറയുന്നത് എന്താണ്? ഈ റിപ്പോർട്ട് കിട്ടിയാൽ ഫർദർ ഇംപ്ലിമെന്റേഷൻ, ആ വാക്കാണ്. റിഗാർഡിംഗ് വിഡ്രോവൽ എന്നല്ല വാസുകി IAS പറയുന്നത്, ഫർദർ ഇംപ്ലിമെന്റേഷൻ എന്ന വാക്കാണ്. ഞാൻ അയച്ചുതരാം. അതിനു മുൻപ് ഇപ്പൊ 12/11 ഈ കത്ത് പോകുന്നത്. 4/11 ഒരു GO ഞാൻ മാധുവിന് അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി റിവ്യൂ ചെയ്യാൻ താഴെ പറയുന്ന മന്ത്രിമാരുടെ ഒരു സബ് കമ്മിറ്റി, എന്ന് വെച്ചാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എന്നല്ല. ആ ഓർഡർ ഞാൻ അയച്ചിട്ടുണ്ട്, അത് വായിച്ചോളൂ. അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്നാണ് മൂന്നാമത്തെ എന്റെ പോയിന്റ്. എപ്പോഴാണ് ഞാനും മാധവും തമ്മിൽ ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നു. ആ എഗ്രിമെന്റ് ഇല്ലാതാകാൻ, ആ എഗ്രിമെന്റിൽ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അതുവഴി മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. ഇപ്പൊ MOU കൃത്യമായി പറയുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ്സ് ദ റൈറ്റ് ടു ക്യാൻസൽ റിക്ലെയിം എന്ന് വെച്ചാൽ ഈ കരാർ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് റിസർവ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അയച്ച ഈ കത്ത് അത് താൽക്കാലികമായി ഒന്ന് തടിതപ്പി എന്നതല്ലാതെ MOU റദ്ദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ ലെറ്റർ എമൗണ്ട് ചെയ്യുന്നില്ല. ഒരർത്ഥത്തിൽ MOU ഇപ്പോഴും നിലനിൽക്കാണ്. ആത്മാർത്ഥമായി അത് നടപ്പിലാക്കില്ല എന്ന തീരുമാനത്തോടെയാണ്, നടപ്പാക്കാതിരിക്കാനുള്ള സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് LDF ഒരു മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിച്ചതെങ്കിൽ ആ കത്ത് തുടങ്ങുന്നത് ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ, റിവ്യൂ നടത്താൻ എന്നാണ്. നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്നാകുമായിരുന്നില്ല. അങ്ങ് പറഞ്ഞത് വസ്തുതാപരമാണ്, അതിൽ ഒരു വാക്ക് പോലും എടുത്തു കളയാനില്ല. അങ്ങ് ആ വിഷയം വളരെ കൃത്യമായി പഠിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് ബഹുമാനിക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യമാണ്. എനിക്കും അത് കൃത്യമായ അഭിപ്രായമാണ് അതിലുള്ളത്. കാരണം ഇതൊരു കണ്ണിൽ പൊടിയിടൽ കത്താണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഞാൻ നേരത്തെ ശ്രീ VK സനോജിനോട് ചോദിച്ചത്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലല്ല, CPI ഉയർത്തിയ കടുത്ത പ്രതിഷേധത്തിന്റെ പേരിൽ ഒരുപക്ഷെ സഖ്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അത് ഫ്രീസ് ചെയ്യുകയായിരുന്നു. ഒരുപക്ഷെ മൂന്നാം ഊഴം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫ്രീസറിൽ നിന്ന് അത് പുറത്തെടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട റിവ്യൂ എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ഓൾറെഡി MOU ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പിൻവലിയുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെ സാങ്കേതികമായി പറയാൻ കഴിയുകയുള്ളൂ. ഇത് പോയ സർക്കാരിന്റെ കാലത്ത് സാർ, ഈ MOU ഒപ്പുവെച്ചതിന് ശേഷമാണ് സാർ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അറബിക്കടലിൽ എറിയുമെന്ന്. വേണ്ട, അറബിക്കടലിൽ പോകണ്ട. അങ്ങ് പറഞ്ഞതുപോലെ അതൊരു യൂസേജ് ആണ്. പക്ഷെ ചവറ്റുകുട്ട അങ്ങനെയല്ലല്ലോ, അതെടുത്ത് കളയാമല്ലോ, കീറി എറിയാമല്ലോ. ചെയ്തില്ലല്ലോ. കൃത്യമായി മാധു. അപ്പൊ നമുക്ക് സംബന്ധിച്ച് ഇപ്പം അവര് ഇതിനകത്ത് ഒരു എതിർപ്പ് വന്നപ്പോ സ്വീകരിച്ച നടപടിക്രമങ്ങൾ മന്ത്രിസഭാ ഉപസമിതി, ഞങ്ങളും അതല്ലേ മാധു ചെയ്തിട്ടുള്ളൂ. ഞങ്ങളിപ്പോ ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നു. മാധു തന്നെ സമ്മതിക്കുന്നു, ഈ ഒരു തീരാത്ത ധർമ്മസങ്കടത്തിന്റെ മുൻപിൽ കേരളത്തെ കൊണ്ടുപോയി നിർത്തിയതിന്റെ ഉത്തരവാദിത്വം LDF-നാണ്. അതിലിപ്പോ നമുക്കിടയിൽ തർക്കമില്ല. ഇനി ഇതിനകത്ത് വേ ഔട്ടിന്റെ കാര്യത്തിലാണ് ഇപ്പോ ഒരു തർക്കം നിലനിർത്തുന്നത്. അതായത് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നു,
നിരുപാധികം ഇത് നടപ്പാക്കാൻ പോകുന്നു. അങ്ങനെ ഒരു നിലപാട് UDF പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇപ്പൊ ഇവരുണ്ടാക്കിയ മന്ത്രിസഭാ സമിതി ഇന്ന് വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിലും കേരളത്തിന്റെ ബഹുമാനിക്കാം, പക്ഷേ നടപ്പിലാക്കാതിരിക്കാനുള്ള സാധ്യത സർക്കാർ പരിശോധിക്കും എന്ന് പറയാമോ? അങ്ങ് പറഞ്ഞാലും മതി സർ. PM ശ്രീ നടപ്പിലാക്കാതിരിക്കാൻ സാധ്യമാണോ എന്ന് സർക്കാർ പരിശോധിക്കും എന്ന് പറയാമോ? ഇത് യോഗം ചേരാത്ത ഒരു മന്ത്രിസഭാ ഉപസമിതി യോഗമാവില്ല. ആ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന്റെ അന്വേഷണങ്ങളുടെ ആദ്യത്തെ പരിഗണന ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും എന്നത് തന്നെയാവും. നേരത്തെ ഒരു നിലക്കും വൺസ് PM ശ്രീ ഓൾവേസ്, ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായമാണ് പറയുന്നത്. വൺസ് PM ശ്രീ ഓൾവേസ് PM ശ്രീ എന്ന നിലക്ക് മടങ്ങി വരവില്ലാത്തൊരു ഒറ്റപ്പോക്കായിരുന്നു ഇതെങ്കിൽ പിന്നെന്താ നമുക്ക് ഓപ്ഷൻ ഉള്ളത് മാധു? പിന്നെന്താ ഓപ്ഷൻ ഉള്ളത്? അതാണ് ഞങ്ങൾ point 2 ആയി പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് പരിശോധിക്കാനാണ് മന്ത്രി ഇനി മടക്കമില്ലാത്തൊരു യാത്രയാണ്, ദൂരയാത്രയിലേക്കാണ് സഖാക്കള് കേരളത്തെ കൊണ്ടുപോയതെങ്കിൽ അങ്ങനെയൊന്നുമില്ല സാർ. കാരണം പഞ്ചാബ് അടക്കം അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അതിൽ അവർക്ക് സാമ്പത്തിക നഷ്ടം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സർവശിക്ഷാ അഭിയാൻ അടക്കമുള്ള ഫണ്ട് വലിയ തോതിൽ പിടിച്ചു വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2027 PM ശ്രീ അവസാനിക്കും. അപ്പോൾ SSKയുടെ അടക്കം ഫണ്ട് സംസ്ഥാന സർക്കാർ ചോദിച്ചാൽ, സുപ്രീം കോടതിയിൽ അടക്കം ചോദിച്ചാൽ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒരു വർഷത്തേക്ക് കൂടി മുണ്ട് മുറുക്കി ഉടുത്തു പോകണമെന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതിസന്ധി ഇല്ലെന്നാണ് ഞാൻ എന്റെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 2027 ഇത് അവസാനിക്കും. SSK ഫണ്ട് മുൻകാല പ്രാബല്യത്തോടെ കിട്ടും. മാധു ഒരു കാര്യം ഈ പഞ്ചാബിന്റെ കാര്യത്തിൽ പഞ്ചാബ് 2022 ഒക്ടോബറിൽ ഇതിൽ ഒപ്പുവെക്കുന്നു. പിന്നാലെ 2023 ജൂലൈയിൽ അവർ പിന്മാറുന്നു. ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. അവർ 526 കോടി രൂപ SSA ഫണ്ട് തടഞ്ഞു വെച്ചപ്പോൾ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയണ്ട, മാർജിൻ ക്രോസ് ചെക്ക് ചെയ്യാം, 2024 ജൂലൈ മാസം പഞ്ചാബി പ്രൊജക്ടിൽ റീജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് അങ്ങനെ ഒരു ടൈലന്റ് കൂടി ഉണ്ട്. പഞ്ചാബ് ഇപ്പോൾ PM ശ്രീ നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണെന്നാണ് എന്റെ ബോധ്യം. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ മാധു പറഞ്ഞാൽ ഞാൻ തിരുത്തും. ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് പറയാം. എന്ന് വെച്ചാൽ ഇതിനകത്ത് അങ്ങനെ ഒരു കുരുക്കുണ്ട്. PM ശ്രീ ഒരു നിലക്കും രാജ്യത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ നന്നാക്കാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രൊജക്ട് അല്ല, അതൊരു ചൂണ്ടക്കൊളുത്താണ്. ആ ചൂണ്ടക്കൊളുത്തിൽ കൊത്തിയത് LDF ആണ്. ശരിയാണ്, ഞങ്ങൾ ആ ചൂണ്ടക്കൊളുത്തിൽ ഇപ്പൊ തൽക്കാലം ഒന്ന് പിടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ പരിഗണന അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക എന്നത് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുക. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി ഇതിപ്പോ ഞങ്ങൾ ഒപ്പുവെച്ച കരാറാണ് എന്ന നിലക്ക് ഇടതുപക്ഷം ഒരു നരേഷൻ കൊടുക്കുമ്പോൾ 2023 ഞാൻ മാധുര അത് അയച്ചു തരാം. 23 ഇവിടുന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇവരൊരു സുപ്രഭാതത്തിൽ പോയി ഒപ്പിട്ടതല്ല, ഒരു ഗതികേടിന്റെ പേരിൽ ഒപ്പിട്ടതല്ല. 2023 ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. 24 ഒന്ന് കിട്ടിയെന്ന് സഞ്ജയ് കുമാർ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ പിന്നെ അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. 25 അരനൂറ്റാണ്ട് കാലം ഒപ്പുവെച്ചു കഴിഞ്ഞ ഒരു MOUവിനെ കുറിച്ചാണ് നിങ്ങൾ അത് പിൻവലിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ നിയമപരമായ വശങ്ങൾ നോക്കിയിട്ട് വേണം മൈക്ക് കെട്ടാൻ. അല്ലാതെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ആ വിളിച്ചു പറഞ്ഞതിനെ ഇപ്പൊ നിസാരവൽക്കരിക്കുന്നുണ്ട്. ഈ KM ഷാജി അന്ന് പറഞ്ഞത് ഒരു പറച്ചിലങ്ങ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പറച്ചിലങ്ങ് പറഞ്ഞത് കേട്ട് വോട്ട് ചെയ്ത മനുഷ്യൻ എന്ത് വിചാരിക്കും? ഞങ്ങൾ പറ്റിക്കപ്പെട്ടു പോയി എന്ന് വിചാരിക്കണോ? പറച്ചിലാണ് സർ വോട്ട് കിട്ടിയത്. ഞങ്ങളത് തീർച്ചയായും പിന്നെ മാധു, ഞങ്ങൾ അതുകൊണ്ടല്ലേ കേരളത്തിലെ ജനങ്ങളോട് ഇതിന്റെ ചരിത്രം, ഇതിന്റെ വസ്തുതാപരമായ ഫാക്ട്സും ഇവന്റ്സും വെച്ച് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വിവേകമുണ്ട്. ഞങ്ങളെ നിങ്ങൾ വേണമെങ്കിൽ 2ാം പ്രതികളാക്കിക്കോളൂ, 1ാം പ്രതി LDF ആണ് എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യവുമല്ലോ. 2025 ഒക്ടോബർ മാസം 23-ാം തീയതി വാസുകി IAS ഡൽഹിയിൽ പോയി ഒപ്പുവെക്കുന്നത് വരെ കേരളത്തിന് മുൻപിൽ PM ശ്രീ എന്നൊരു വെല്ലുവിളി ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ശരി, ആരാണ് 1ാം പ്രതി, ആരാണ് 2ാം പ്രതി എന്ന് പറയുമ്പോഴും ഇതിൽ വേദനിക്കപ്പെടുന്നതും അനീതി ഉണ്ടാകുന്നതും സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിനും കാഴ്ചപ്പാടിനുമാണ് എങ്കിൽ അത് ജനങ്ങളുടെ നഷ്ടമാണ്. അല്ലെങ്കിൽ അവിടെ ഇരയാക്കപ്പെടുന്നത് ജനങ്ങളും പുതിയ തലമുറയുമാണ് എന്ന ബോധ്യം കൂടി ഉണ്ടായാൽ മതി ഈ പ്രതിപട്ടികയിലെ മത്സരത്തിന് ഇടയിൽ എന്നുകൂടി പറഞ്ഞു പോകണം എന്ന് തോന്നുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഷിബു മേര, ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി Debate with Madhu Saji.